ശ്രീ കെ പി റഹ്മത്തുള്ള, നേരത്തെ നടത്തിയ പരാമർശം ഒരു പാർട്ടിക്കെതിരെ ഉള്ളതാണ് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ വ്യാഖ്യാനിച്ചത്. ഇന്നിപ്പോൾ ലീഗിനെ ചൂണ്ടി തന്നെയാണ് കൂടുതൽ പരാമർശങ്ങളും നടത്തുന്നത്. മുസ്ലിം ഭൂരിപക്ഷ നാടാകും കേരളം എന്ന് പറഞ്ഞതൊഴിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഭൂരിഭാഗവും ലീഗിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് ലീഗ് തീരുമാനിക്കുന്നതിൻ്റെ സാഹചര്യം എന്തായിരിക്കും? നമുക്കറിയാം, 5ാം മന്ത്രി വിവാദമൊക്കെ ഉണ്ട്, അധികാര സ്ഥാനങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന ആരോപണം വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനമാണ് ലീഗ് ലക്ഷ്യമിടുന്നത് എന്ന് വരുമ്പോൾ അവിടെ മൗനം പാലിക്കുന്നതാണ് നല്ലത് എന്നൊരു തോന്നൽ ലീഗിന് തന്നെ സ്വയം ഉണ്ടാകുന്നതായിരിക്കുമോ? മുമ്പ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ കുട്ടി അഹമ്മദ് കുട്ടി ചെയർമാനായിരുന്ന കേരളത്തിലെ 52ഓളം വരുന്ന സംവരണ സമുദായ മുന്നണിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെ കുറിച്ചുമൊക്കെ വളരെ കൃത്യമായ ധാരണയുള്ളയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി തന്റെ രാഷ്ട്രീയമായി കേരളത്തിലുള്ള പ്രസക്തിയും തന്റെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥയും ഇല്ലാതാകുന്നു എന്ന ഒരു അവസ്ഥ വന്നതോടുകൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം മുസ്ലിങ്ങൾക്കും മുസ്ലിം ലീഗിനുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് ശരിയല്ല. ഇപ്പോൾ നിയമസഭാ കണക്കുകൾ വെച്ച് നോക്കിയാൽ മുസ്ലിം ലീഗിന് 4ാം സ്ഥാനം മാത്രമാണുള്ളത്. അവർ കഴിഞ്ഞ തവണ 25 സീറ്റിലാണ് മത്സരിച്ചത്. 15 MLA-മാരാണുള്ളത്. അങ്ങനത്തെ ഒരു പാർട്ടിയെ കുറിച്ചാണ് അവർ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇവർ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുകയാണ്. അടുത്ത തവണ UDF അധികാരത്തിൽ വരാനുള്ള എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാകുന്ന ഒരു പാർട്ടിയെ കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ കണ്ടുകൂടാ, ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, മറ്റു സമൂഹങ്ങളെ കണ്ടുകൂടാ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് നിമിഷയുടെ വിഷയത്തിൽ കിട്ടിയ പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലുള്ള അസൂയയും അതിലുള്ള കെർവും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് സ്ഥാപനങ്ങളില്ല എന്നതിന്റെ പേരിൽ മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കേണ്ടതില്ല. അപേക്ഷ കൊടുക്കാതെ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുക? മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വിദ്വേഷ പ്രചരണമാണ്. PC ജോർജും അദ്ദേഹവും ഒക്കെ നിരന്തരം ഒരു പ്രത്യേക സമൂഹത്തെ, ന്യൂനപക്ഷ സമൂഹങ്ങളെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കഠിന പ്രയത്നത്തിലൂടെയും ഗൾഫ് പണത്തിന്റെയും ഒക്കെ സ്വാധീനം വെച്ച് വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ മേലോട്ട് പോകുന്നതിനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ അനർഹമായ ഒന്നും കിട്ടിയിട്ടില്ല മുസ്ലിം സമൂഹത്തിന് എന്നത് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായതാണ്. മാത്രമല്ല, ബാക്ക്ലോഗ്, നഷ്ടപ്പെട്ട തസ്തികകൾ നികത്താനുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു സമൂഹം സ്വന്തമായി പഠിച്ച് സർക്കാർ ഉദ്യോഗങ്ങൾ നേടുന്നതിലോ സാംസ്കാരികമായി ഉയർന്നു വരുന്നതിലോ സ്ഥാപനങ്ങൾ നടത്തുന്നതിലോ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ അസൂയപ്പെടുന്നത്? തീർച്ചയായും സമുദായത്തെ ഉദ്ദേശിച്ച് പറഞ്ഞത് ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു. അവർ നോക്കൂ, സമയക്രമം മാറ്റിയപ്പോൾ അവർക്ക് 15 മിനിറ്റ് മുമ്പേ വരാൻ വയ്യ. അതിന് ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും ഒക്കെ അവധി കട്ട് ചെയ്യാൻ പറയാം. എന്താണ് അവർക്ക് 15 മിനിറ്റ് മുമ്പേ വന്ന കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അമിതമായ ഇടപെടൽ സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ആ കാര്യങ്ങളിൽ ഉന്നയിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ അടിസ്ഥാനമുള്ളതാണോ ഇല്ലയോ എന്നല്ല, ആവർത്തിച്ച് ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുത. മറ്റൊന്ന്, ഇപ്പോൾ ലീഗ് അധികാര കേന്ദ്രമാകാൻ ശ്രമിക്കുന്നു. അവർ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് നീങ്ങുന്നു, സീറ്റുകൾ കൂടുതൽ സ്വന്തമാക്കുന്നു, അതിന് പ്രൊഡക്ഷൻ കൂട്ടിയാണ് അവർ സീറ്റ് കൂട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ വ്യാപക വിമർശനം അതിനെതിരെ ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് അത് തണുപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. ഒരു പരിധി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന കൃത്യമായ ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത് അവഗണിക്കുക എന്ന അവരുടെ നിലപാട് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതാണോ ശരിയായ അതിനുള്ള മാർഗം? മുസ്ലിം ലീഗ് ഇപ്പോൾ അതിന് മറുപടി പറയേണ്ട എന്ന് വെച്ചത് മുസ്ലിം ലീഗിന് ഒരുപാട് കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്.
വോട്ടർ പട്ടിക പുതുക്കേണ്ടതുണ്ട്, പുതിയതായിട്ടുള്ള വോട്ടർമാരെ ചേർക്കേണ്ടതുണ്ട്, മറ്റു ചില വിഷയങ്ങളും പറയേണ്ടതുണ്ട്. UDF-ൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്നതിന് പകരം വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ അവഗണിക്കുന്നതിന് പകരം നിരന്തരം പരിഗണിക്കേണ്ടതില്ല എന്നത് മുസ്ലിം ലീഗിന്റെ തീരുമാനമാണ്. മാത്രമല്ല, നിരന്തരം ഇസ്ലാമോഫോബിയ വളർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരാളോട് നേർക്ക് നേർ മറുപടി പറയേണ്ടതില്ല എന്ന ഒരു സമീപനം മുസ്ലിം ലീഗ് എടുത്തത് മുസ്ലിം ലീഗിന്റെ കരുതലും മുസ്ലിം സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും ഒക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തങ്ങൾ ഒരു നിലയിലും കാരണക്കാരായി കൂടാ എന്നതാണ്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയുമ്പോൾ ഈഴവ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് വേദനയുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ബഹളമുണ്ടാക്കി മെച്ചക്കാരനാകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മറുപടി പറഞ്ഞ് ഈ സമൂഹത്തിൽ ശരി, അങ്ങനെയാണ് എനിക്കും അതാണ് തോന്നുന്നത്. കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ലീഗ് ഈ കാര്യത്തിൽ നടത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നോക്കാം, എന്തായാലും വരും മണിക്കൂറുകളിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് നമുക്ക് നോക്കാം. ശ്രീ കെ സൗമൻ കൂടി